പരിശീലകൻ സാവിയെ പുറത്താക്കി FC ബാഴ്സലോണ. മാനേജ്മെന്റുമായി അടഞ്ഞതാണ് സാവിയെ പുറത്താക്കാൻ കാരണമായത്. നേരത്തെ സീസണിനൊടുവിൽ ബാഴ്സലോണ വിടുകയാണെന്ന് സാവി പറഞ്ഞിരുന്നു. എന്നാൽ ക്ലബ് മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ തീരുമാനം മാറ്റി ക്ലബ്ബിൽ തുടരാമെന്ന് സാവി അറിയിക്കുകയും 2025 ജൂൺ വരെ സാവി ബാഴ്സലോണയ്ക്കൊപ്പം തുടരുമെന്ന് ക്ലബ്ബ് അറിയിക്കുകയും ചെയ്ത് കൃത്യം ഒരു മാസത്തിനു ശേഷമാണ് അപ്രതീക്ഷിതമായി സാവിയെ ബാഴ്സ പുറത്താക്കുന്നത്. സീസണിൽ ഒരു മത്സരം ശേഷിക്കെയാണ് ക്ലബിന്റെ പ്രഖ്യാപനം വരുന്നത്. 2024-25 സീസണിൽ ഫസ്റ്റ് ടീം കോച്ചായി തുടരില്ലെന്ന് FC ബാഴ്സലോണ പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട സാവി ഹെർണാണ്ടസിനെ അറിയിച്ചു. എസ്പോർട്ടീവ യുവാൻ ക്യാമ്പറിൽ നടന്ന യോഗത്തിൽ സ്പോർട്സ് വൈസ് പ്രസിഡന്റ് റാഫ യുസ്തെ, സ്പോർട്സ് ഡയറക്ടർ ആൻഡേഴ്സൺ ലൂയിസ് ഡി സൂസ, ഡെക്കോ, സാവി, ഓസ്കർ ഹെർണാണ്ടസ്, സെർജിയോ അലഗ്രെ എന്നിവരും പങ്കെടുത്തു. FC ബാഴ്സലോണ പരിശീലകൻ എന്ന നിലയിലുള്ള സാവിയുടെ പ്രവർത്തനത്തിനും ഒരു കളിക്കാരൻ എന്ന നിലയിലും ടീം ക്യാപ്റ്റൻ എന്ന നിലയിലും സാവിയുടെ അനുകരണീയമായ കരിയറിനും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഭാവിയിൽ അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും അറിയിക്കുന്നതായി ക്ലബ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഞായറാഴ്ച സെവിയയുമായുള്ള എവേ മത്സരത്തിലാണ് സാവി ഹെർണാണ്ടസ് അവസാനമായി ടീമിനെ പരിശീലിപ്പിക്കുന്നത്. സാവിക്ക് പകരം മുൻ ജർമ്മൻ ബയൺ മ്യൂണിക് കോച്ച് ഹാൻസി ഫ്ലിക് ബാഴ്സയുടെ പുതിയ പരിശീലകനാകും. ഹാൻസി ഫ്ലിക് 2026 വരെയുള്ള 2 വർഷ കരാറിലാണ് ബാഴ്സയിലെത്തുക എന്ന് ഫാബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.